നെൽകൃഷിക്ക് വെള്ളമെത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെ ഉപരോധിച്ചു. അടാട്ട്, തോളൂർ, പാവറട്ടി, മുല്ലശ്ശേരി, എളവള്ളി, വെങ്കിടങ്ങ് പഞ്ചായത്തുകളിലെ നെൽകൃഷിക്ക് വെള്ളമെത്തുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ട് 15 ദിവസമായിട്ടും ഈ പ്രദേശങ്ങളിലെ കതിരുവന്ന കൃഷിക്ക് വെള്ളം ലഭിക്കുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, AICC സെക്രട്ടറി TN പ്രതാപൻ, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കരെ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. തുടർന്ന് കളക്ടർ കോൾ കർഷക പ്രതിനിധികളുടെയും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച് കോൾ മേഖലകളിൽ ചണ്ടിവാരി വൃത്തിയാക്കാനും അപാകതയുണ്ടെങ്കിൽ ജലസേചന കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കാനും നിർദ്ദേശം നൽകി. നിലവിലെ പ്രശ്നങ്ങൾക്ക് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പല പാടങ്ങളിലും ഇപ്പോൾ വെള്ളമെത്തിയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും വെള്ളമെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായി സബ് കളക്ടർ അഖിൽ വി മേനോനെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ കോൾ കർഷക സംഘം സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ്, അഡ്വൈസറി അംഗം V സുരേഷ് കുമാർ, PR വർഗീസ്, KR അർജുനൻ എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, PK രാജൻ, KK ബാബു, സുനിൽ അന്തിക്കാട്, PP സ്റ്റീഫൻ, AH ഫൈസൽ എന്നിവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് വടക്കൻ മേഖലയിലെ 20ഓളം പഞ്ചായത്തുകളിലായി 6000ഓളം ഏക്കറുകൾ വരുന്ന നെൽകൃഷി വെള്ളം ലഭിക്കാതെ പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഇത് കർഷകരും കർഷകരുടെ പ്രതിനിധികളും കോൾ വികസന സമിതിയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഇറിഗേഷൻ വകുപ്പിൻ്റെയും ഒക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകില്ല. മാത്രമല്ല 10ഓളം പഞ്ചായത്തുകളിൽ കുടിവെള്ളം പരിപൂർണമായും ഇല്ലാതായി മാറി. കോൾ നിലങ്ങളിൽ വെള്ളം എത്താതെ വന്നപ്പോൾ എല്ലാ കിണറുകൾ പറ്റി. അതുകൂടാതെ ഉപ്പുവെള്ളം കിടക്കുന്ന സ്ഥിതിയും ഉണ്ടായി. പിന്നെ വാട്ടർ അതോറിറ്റി വെള്ളം എത്തിക്കുന്നുമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കർഷകരുടെ പ്രതിനിധികൾ, കോൾ വികസന സമിതിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവനായ കലക്ടറെ കാണാൻ വേണ്ടി വന്നത്. കലക്ടർക്ക് പിന്നെ ഈ കാര്യത്തിൽ ഗൗരവം ബോധ്യമായി. ആദ്യം കലക്ടർ ഒന്ന് ഉഴപ്പാൻ നോക്കി. പിന്നെ ഞങ്ങൾക്ക് ജനങ്ങളാണ് വലുത്, കൃഷിക്കാരും ജനങ്ങളുമാണ് വലുതെന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുമുള്ള ഉഴപ്പലിന് ഞങ്ങൾ സമ്മതിക്കില്ല. കലക്ടർ എടുത്ത് വിശദമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അടിയന്തരമായി 2 രീതിയിലാണ് തീരുമാനമെടുത്തുള്ളത്. ഒന്ന്, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന നിലയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നതിന് എത്രയും പെട്ടെന്ന് ഹയർ അതോറിറ്റി ബന്ധപ്പെട്ട ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ യോഗം വിളിക്കും. അതിന് ഭാഗമായി ഈ ചണ്ടി നിറഞ്ഞ് എല്ലാ ജലസ്രോതസ്സും അടഞ്ഞിരിക്കുകയാണ്. ആ ചണ്ടി നീക്കുന്നതിന് ഉള്ള മാർഗം നോക്കും. ഈ കൃഷി നശിച്ച കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. ഇൻഷുറൻസ് കിട്ടത്തില്ല. പ്രകൃതി ദുരന്തം ഉണ്ടായാലേ സാധാരണ ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡിമാൻഡ് ഈ കൃഷി നശിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് ജില്ലാ ഭരണകൂടം പ്രത്യേകമായും അതിനൊരു പാക്കേജ് ഉണ്ടാക്കണം. ആ നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോസിറ്റീവായ ഒരു നടപടി ഉണ്ടാകുമെന്ന് കലക്ടർ സമ്മതിച്ചു. കുടിവെള്ളം കിട്ടാത്തതിൻ്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ തൃശ്ശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഗുരുവായൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും സംയുക്തമായി വിളിച്ച് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി കൂടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു.